ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരത്തിൻ്റെ ഫലം. ചിന്നുപെണ്ണിന് പക്ഷികളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ ധാരാളം പക്ഷികളെ വളർത്തിയിരുന്നു. പലതരത്തിലുള്ള പക്ഷികളാണെങ്കിലും ചിന്നുപെണ്ണിന് ഏറ്റവും ഇഷ്ടം മിന്നുത്തത്തയോടാണ്. അവളുടെ കൊഞ്ചൽ എത്ര കേട്ടാലും മതിവരില്ല. മിന്നുത്തത്തയുടെ കൊഞ്ചൽ കേൾക്കുവാനാണ് ചിന്നു കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിന്നുത്തത്തയ്ക്ക് വലിയ അഹങ്കാരമാണ്. അവൾ മറ്റു പക്ഷികളോട് കൂട്ടുകൂടാറേയില്ല. അവരെ ഒന്ന് നോക്കുക പോലുമില്ല. തൻ്റെ പച്ച കുപ്പായവും പവിഴച്ചുണ്ടും പളുങ്കുമണികൾ തോൽക്കുന്ന കണ്ണുകളും തനിക്കല്ലാതെ മറ്റാർക്കുമില്ലെന്ന് അവൾക്കറിയാം. തൻ്റെ സൗന്ദര്യത്തിൽ അവൾ മതിമറിഞ്ഞു. മറ്റു പക്ഷികളെ അവൾ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. തരം കിട്ടുമ്പോഴൊക്കെ അവരെ കൊത്തിപ്പറിക്കും. അവരെ തൻ്റെ കൂടിൻ്റെ 7 അയലത്തു പോലും അടുപ്പിക്കുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മിന്നുത്തത്ത ഇല്ലാതിരുന്ന സമയത്ത് ഒരു പാമ്പ് അവിടെ എത്തി. പാമ്പിനെ കണ്ട പക്ഷികൾ ബഹളം വച്ചു. പേടിച്ചരണ്ട പാമ്പ് മിന്നുത്തത്തയുടെ കൂട്ടിൽ കയറി ഒളിച്ചു. മിന്നുത്തത്ത എത്തിയപ്പോൾ പക്ഷികളെല്ലാം അപകടം അറിയിക്കാനായി അവളുടെ അടുത്തെത്തി. പക്ഷേ അവൾ അവരെ ആട്ടി ഓടിച്ചു. അവർക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ അവൾ കൂട്ടിൽ കയറി. പെട്ടെന്ന് പാമ്പ് അവളെ ചുറ്റി വരിഞ്ഞു. പക്ഷികൾ ഓടിയെത്തി പാമ്പിനെ ആക്രമിച്ചു. ഗത്യന്തരമില്ലാതെ പാമ്പ് പിടിയയച്ചു. വീട്ടുകാരെത്തി അവനെ തല്ലിക്കൊന്നു. ചിന്നുപെണ്ണ് ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്ന് മിന്നുത്തത്തയെ ശുശ്രൂഷിച്ചു. മിന്നുത്തത്തയ്ക്ക് അതിൽ അഭിമാനം തോന്നി. നാളുകൾ കഴിഞ്ഞു. അവൾ സുഖം പ്രാപിച്ചു. പൂർണ്ണ ആരോഗ്യവതിയായി അവൾ വീണ്ടും തുള്ളിച്ചാടാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും അവളുടെ മനോഹരമായ ശബ്ദം നഷ്ടമായിരുന്നു. അവൾക്ക് പഴയതുപോലെ കൊഞ്ചിക്കുഴയാനായില്ല. തത്തയുടെ കൊഞ്ചൽ നഷ്ടമായപ്പോൾ മിന്നുപെണ്ണ് അവളെ ശ്രദ്ധിക്കാതായി. അതോടെ തത്തയുടെ അഹങ്കാരം ശമിച്ചു. അന്നു മുതൽ അവൾ എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായ കൂട്ടുകാരെ? അങ്ങനെ അഹങ്കാരിയായ തത്ത ഒരു പാഠം പഠിച്ചു. നന്ദി.